ഓ ഇവിടെ നിക്കണായിരുന്നോ? പേസ്റ്റ് തീർന്നു കേട്ടോ. എന്ത് പേസ്റ്റ് തീർന്നോ? അത് തീരാൻ വഴിയില്ലല്ലോ, 1 മാസം ആവുന്നല്ലേ ഉള്ളൂ. 1 മാസമായില്ലെന്ന, 1 മാസം എപ്പോഴാ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അതിന് നീയൊക്കെ പേസ്റ്റ് തിന്നുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പിന്നെ ഞാനൊക്കെ തിന്നിട്ടല്ലേ പേസ്റ്റ് കഴിയണത്. 1 മാസമായാലും 20 രൂപ ഒരു കൂടി പേസ്റ്റ് മേടിച്ചിട്ട്. ഹാ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നും ഇല്ല തീരുമ്പോൾ പോയി മേടിക്കാൻ. പിന്നെ 20 രൂപയ്ക്ക് ഞാനൊരു പേസ്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 1.5 മാസം എങ്ങനെ എത്തിക്കാനോ എനിക്കറിയാം. മോളൊരു കാര്യം ചെയ്യും, പ്രസംഗിക്കാതെ പോയി ഒരു കത്രിക പേസ്റ്റ് കൊടുത്തോണ്ട് വാ. അല്ല പിന്നെ എന്നോടാ കളി. ഓ പേസ്റ്റോ 20 രൂപയുടെ ഒരു പേസ്റ്റ് 1.5 മാസം എങ്ങനെ എത്തിക്കാന്നുള്ളതാണ് ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകട്ടാ. നേരെ ശ്രദ്ധിച്ചു കണ്ട. ഈ പ്രസംഗം നിർത്തണ്ട, ഞാൻ എന്തുകൊണ്ടാ പല്ലിയേക്കാന്ന് പറ. ഇവിടെ ഇങ്ങനെ പിടിക്കുക, കത്രയും എടുക്കുക. 1 2 3 ഇതാ 3 പീസായി. ഇത് നിനക്ക്, ഇത് നിന്റെ അച്ഛന്, ഇത് എനിക്ക്. 1.5 മാസം സുഖമായി ഓടും, മനസ്സിലായ? ഇന്നാ നിന്റെ പാതി. പിന്നെ ഇത് നാളെ എവിടെയും കളഞ്ഞിട്ടുകൊണ്ട് വന്നിട്ട് പേസ്റ്റ് ഇല്ല അമ്മയെന്ന് പറഞ്ഞ എൻ്റെ അടുത്തോട്ട് വരരുത്. എൻ്റെ പൊന്നു തള്ളയിപ്പിച്ച് കൊന്നു വിത്ത്. ഓ നീയൊക്കെ ഇതും പറയുന്നു, ഇതിൻ്റെ അപ്പുറം പറയും, അതെനിക്കറിയാം. എന്തൊരു വേണം നീ ഇതെങ്ങോട്ടാ മണപ്പിച്ചോണ്ട്? ഞാൻ കുളിക്കാൻ. ഇതെന്താ കയ്യില്? പുതിയ സോപ്പ? അതിനകത്ത് സോപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ കുളിച്ചപ്പോൾ ഇത്രയും വലിയ സോപ്പ് ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഉള്ളിൽ സോപ്പൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലത്തെ സോപ്പൊക്കെ തീർന്നു. 2 ദിവസം 3 ദിവസം വരെ കുളിക്കാനുള്ള സോപ്പ് അതിനകത്തുണ്ട്. പിന്നെ പുതിയ സോപ്പ് എടുക്കണേ? അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പോയി നോക്കിയപ്പോൾ അത് ഇത്രയും പോകുന്ന വലിയ സോപ്പുണ്ട്. അത് കയ്യിൽ പോലും പിടിക്കാൻ കിട്ടില്ല. അങ്ങനെയാണോ? എന്നാ മോളാ സോപ്പൊന്ന് തന്നെ. ഇപ്പൊ വരാട്ടോ, 1 മിനിറ്റ്. എന്തോ തുണി ഒപ്പിക്കാനുള്ള പോക്ക. ഇത്രയും സോപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് സോപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും 3 ദിവസം ഉപയോഗിക്കാനുള്ള സോപ്പ് ഇതിലുണ്ട്. പുതിയ സോപ്പ് കൊടുത്തില്ലെങ്കിൽ എന്തായാലും പിശിക്കുക. ഒരു കാര്യം ചെയ്യാം, എന്നോടാ 3 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് അങ്ങനെയാണ് തോന്നാക്കാൻ പറ്റും. എന്ത് ചന്തം. തീരാറായില്ലല്ലോ, 2 ദിവസം കൂടെ ഊറ്റാണ്ടായിരുന്നു. അമ്മ തിന്നാ ചെയ്യണ കുറെ നേരം ആയല്ലോ. ഞാൻ പപ്പടം കാച്ചാൻ കുറച്ച് എണ്ണ ഊറ്റുമായിരുന്നു. ഇനി അതിലൊന്നും ഊറ്റാൻ കാണില്ല, 2-3 ദിവസമായില്ല അമ്മേ. ഇനിയെങ്കിലും അത് ഉപേക്ഷിച്ചിവിടെ. 250 രൂപ കൊടുത്ത് എണ്ണ മേടിച്ചതിൻ്റെ ഒന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് എണ്ണ തന്നെ, എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയി. നോക്കി കാറ്റുണ്ടാവും. കുറച്ച് എണ്ണ വരൂ. ഇപ്പൊ തരാവേ. ഇത് കവറല്ലേ? ഇത് പുറമേക്ക് വെറും ഒരു കവറായി തോന്നാം, പക്ഷെ ഇത് കവറല്ല. നോക്കിക്കോ, നോക്കി ഇത്രയുണ്ട്. ഇതിനെ പിശുക്കിൽ ആരോ കൂടാത്രം ചെയ്തത്. പിന്നൊരു കാര്യം, അതുകൊണ്ട് കളഞ്ഞേക്കരുത്. വൈകിട്ട് നിന്റെ അച്ഛൻ വരുമ്പോഴേ നിന്റെ അച്ഛനെ തേക്കാൻ കൊടുക്കാനുള്ളതാ, മനസ്സിലായോ? നല്ല ചിക്കൻ പൊരിച്ച അമ്മേ, നല്ല ചിക്കൻ്റെ മണമുണ്ടല്ലോ. മണം വരുന്നുണ്ടല്ലേ? ചിക്കൻ മസാലയുടെയാ. എന്റെ മാമനും കൂട്ടരൊക്കെ വരില്ലേ, അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു. അതാ. അപ്പൊ ഇന്ന് ചിക്കനാണല്ലേ? അമ്മ പിശുക്കൊക്കെ മാറ്റി വെച്ച് സൺഡേ ചിക്കൻ മേടിക്കുന്ന എനിക്ക് അറിയായിരുന്നു. പിന്നെ 500 രൂപ മുടക്കി ചിക്കൻ മേടിച്ചു കൊടുത്തത് നിന്റെ മാമനും മക്കൾക്ക് മൂക്കുമുട്ട നിന്ന് പോകാനല്ലേ? അതും എന്റെ കയ്യിൽ കുന്തം മേടിക്കും. ഇത് സോയാ ചങ്ക്സ് നല്ല ചിക്കൻ മസാലയും കൂട്ടി പൊരിച്ചെടുത്താ. നിന്റെ മാമനും പിള്ളേർക്കൊക്കെ അത് മതി. സോയ അമ്മേ, ചിക്കൻ മസാലയ്ക്ക് ഒരു അന്ത്യാഭിലാഷം ഉണ്ട് കേട്ടാ. വല്ല ചിക്കനിലും ഒന്ന് പറ്റിപ്പിടിച്ച് പൊരിയാനേ, അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കുക. ഈ കടലയും സോയയും കണ്ട അതിനും ഉണ്ടാവില്ല ഒരു മടുപ്പമ്മേ.
ഉം.